എല്ലാവർക്കും ചെസ് മെക്കാനിക്സ് മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എന്താണ് എൻ പാസൻ്റ് എന്നാണ് നോക്കാൻ പോകുന്നത്. പോണിന് മാത്രമുള്ള ഒരു സ്പെഷ്യൽ മൂവാണ് എൻ പാസൻ്റ്. ഇനി നമുക്ക് ഈ ഒരു പൊസിഷൻ നോക്കാം. വൈറ്റിൻ്റെ പോൺ ബോർഡിൻ്റെ ഹാഫിന് മുന്നിലുള്ള റാങ്കിലാണെങ്കിൽ എൻ പാസൻ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ ബ്ലാക്കിൻ്റെ പോൺ ബോർഡിൻ്റെ ഹാഫിന് മുന്നിലുള്ള റാങ്കിലാണെങ്കിൽ ബ്ലാക്കിന് എൻ പാസൻ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ വൈറ്റിൻ്റെ പോൺ 5th റാങ്കിലായിരിക്കണം, ബ്ലാക്കിൻ്റെ പോൺ 4th റാങ്കിലായിരിക്കണം. ഇനി വൈറ്റ് എങ്ങനെയാണ് എൻ പാസൻ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. വൈറ്റിൻ്റെ പോൺ 5th റാങ്കിലിരിക്കുമ്പോൾ ബ്ലാക്ക് ഈ പോൺ മൂവ് ചെയ്ത് വൈറ്റിൻ്റെ സൈഡിലാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ക്യാപ്ചർ ചെയ്യാൻ പറ്റും. ഇതാണ് എൻ പാസൻ്റ് എന്ന് പറയുന്നത്. നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ ബ്ലാക്ക് പോൺ 2 സ്റ്റെപ്പ് മൂവ് ചെയ്ത് വൈറ്റ് പോണിൻ്റെ സൈഡിലാണെങ്കിൽ വൈറ്റിന് ഇങ്ങനെ ക്യാപ്ചർ ചെയ്യാം. ഈ പോൺ 1 സ്റ്റെപ്പ് മൂവ് ചെയ്ത് ക്യാപ്ചർ ചെയ്യുന്നത് പോലെയാണ് എൻ പാസൻ്റ് 2 സ്റ്റെപ്പ് ചെയ്യുമ്പം ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നത്. ഇനി എൻ പാസൻ്റിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പോൺ മൂവ് ചെയ്താൽ അപ്പോഴേ ക്യാപ്ചർ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ പോൺ മൂവ് ചെയ്ത് കഴിഞ്ഞ് വൈറ്റ് ഒരു മൂവ് ചെയ്ത് ബ്ലാക്ക് ഒരു മൂവ് ചെയ്തതിന് ശേഷം എൻ പാസൻ്റ് പറ്റില്ല. കാരണം ആ മൂവ് കഴിഞ്ഞു. അതുകൊണ്ട് എൻ പാസൻ്റ് ബ്ലാക്ക് 2 സ്റ്റെപ്പ് മൂവ് ചെയ്ത് പോണിൻ്റെ സൈഡിൽ വരുമ്പോൾ ആ ഒരു മൊമെൻറ്റിൽ തന്നെ ക്യാപ്ചർ ചെയ്യണം. ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. ബ്ലാക്കിൻ്റെ പോൺ 4th റാങ്കിലാണ് ഇരിക്കുന്നത്. ഇപ്പോൾ വൈറ്റ് പോൺ 2 സ്റ്റെപ്പ് മൂവ് ചെയ്താൽ ഇങ്ങനെ നമുക്ക് എൻ പാസൻ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ വൈറ്റ് 2 സ്റ്റെപ്പ് മൂവ് ചെയ്ത് ബ്ലാക്ക് ഒരു മൂവ് ചെയ്ത് കിങ് മൂവ് ചെയ്തതിന് ശേഷം എൻ പാസൻ്റ് പറ്റില്ല. കാരണം ആ മൊമെൻറ്റിൽ മാത്രമേ എൻ പാസൻ്റ് പോസിബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എൻ പാസൻ്റിനെ കുറിച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.